ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം എല്ലാവരും പരിശ്രമിക്കണം, കഠിനാധ്വാനം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ പവിത്രമായ സന്ദർഭത്തിലും ദിവസത്തിലുമാണ് നാം ഉള്ളത്. ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠകരമായ ദിവസങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അയ്യാമു തശ്രീഖും അതിന്റെ ഒന്നാമത്തെ ദിവസമായ യൗമുൽ ഖർ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച ദുൽഹിജ്ജ 11 നാം ഉള്ളത്. കൂടുതൽ തക്ബീറുകൾ ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൂടുതൽ അടുക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശവും നിലപാടുകളും സംസ്കാരവുമാണ് മറ്റുള്ളവരിൽ നിന്ന് അവനെ വ്യതിരിക്തമാക്കുന്നത്. ഈ ആദർശവും സംസ്കാരവും ഒരു മുസ്ലിം എപ്പോൾ കൈയൊഴിയുന്നുവോ, അവനെപ്പോൾ അവന്റെ ആദർശത്തെയും സംസ്കാരത്തെയും മാറ്റി നിർത്തുന്നുവോ, ആ സന്ദർഭത്തിൽ അവനെ സ്നേഹിക്കാനും അവനുമായി സന്തോഷം പങ്കിടാനും അവനെ സ്വീകരിക്കാനുമൊക്കെ അനവധി ആളുകളുണ്ടാകും. അതേസമയത്ത് പരിശുദ്ധമായ ദീനിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിൽ അവൻ ഒരുപാട് ശത്രുക്കളുണ്ടാകും, മിത്രങ്ങൾ വളരെ കുറവായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ച് നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയ കാര്യമാണത്. ഒരു മുസ്ലിമിന് അവന്റെ ആദർശത്തിൽ നിന്നും അവന്റെ നിലപാടുകളിൽ നിന്നും അവന്റെ സംസ്കാരത്തിൽ നിന്നും തെറ്റിക്കുവാനും അവൻ അതിൽ നിന്ന് മാറ്റി നിർത്തുവാനും സത്യനിഷേധികളായ കാഫറുകളായ, പ്രത്യേകിച്ച് അഹ്ലു കിതാബുകാരാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും നിരന്തരമായ പരിശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും. എത്രത്തോളം ചോദിച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ചരിത്രത്തിൽ കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശ പ്രബോധനത്തിന്റെ മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പ്രബോധനത്തിൽ നിന്ന് തടയുവാനും ആ പ്രവാചകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വേണ്ടി മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ പല ഉപാധികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെക്കുകയാണ്. ആദർശ പ്രബോധനത്തിൽ നിന്ന് ചെറിയ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നിങ്ങൾ നടത്തിയാൽ നമ്മളിവിടെ ഒരു പ്രശ്നകലുഷിതമായ സാഹചര്യത്തിൽ നിന്ന് സമാധാനത്തിന്റെ സാഹചര്യം ഉണ്ടാകുമെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഒരു കരാർ എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു ആവശ്യം എന്ന നിലക്ക് പ്രവാചകന്റെ മുന്നിൽ വെക്കുകയാണ്. നിരന്തരം മുശ്രിക്കുകളായ ആളുകൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സും ചെറിയൊരു അലിച്ചിലുണ്ടായി. അവരുന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളുമൊന്നും പ്രവാചകൻ അംഗീകരിച്ചില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ തോന്നലുണ്ടായി. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിന്തിക്കാൻ കാരണം
ഒരു സമാധാനം നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ അത് ദഅവത്തിന് ഉപയോഗപ്പെടുത്താമല്ലോ എന്ന ചിന്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായത്. പക്ഷേ ആ ഒരു ചെറിയ ചാഞ്ചാട്ടം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ സ്വീകരിക്കുകയും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 73 മുതൽ 75 വരെയുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു ഇറക്കുകയും ചെയ്തു. എന്താണ് അല്ലാഹു അതിൽ പറഞ്ഞത്? വൈൻ കാദു ലയഫ്തിനൂനക അനില്ലദി ഔഹൈനാ ഇലൈക. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളെ ഞാൻ താങ്കൾക്ക് വഹി നൽകിയിരിക്കുന്ന ആദർശത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും നയനിലപാടുകളിൽ നിന്നും അവർ താങ്കളെ തെറ്റിക്കാറായിരിക്കുന്നു. അത് അല്ലാഹുവിന്റെ പ്രവാചകരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വൈൻ കാദു ലയഫ്തിനൂനക അനില്ലദി ഔഹൈനാ ഇലൈക ലിതഫ്തരി അലൈനാ ഗൈറഹു. നാം താങ്കൾക്ക് വഹി നൽകിയ ആദർശമല്ലാത്ത മറ്റു ചില കാര്യങ്ങൾ അത് താങ്കളുടെ മേൽ അവർ കെട്ടി ആരോപിക്കാൻ വേണ്ടി താങ്കളെ ഉള്ള ആ നിലപാടിൽ നിന്ന് താങ്കൾ അവർ തെറ്റിക്കാറായിരിക്കുന്നു റസൂലേ. വൈദൻ ലത്തഖദൂക ഖലീല. അങ്ങനെ നിങ്ങൾ ആ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ആദർശത്തിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് താങ്കൾ തയ്യാറാവുകയാണെങ്കിൽ വൈദൻ ലത്തഖദൂക ഖലീല, നബിയെ, നിങ്ങൾ അവർ ഏറ്റവും ആത്മമിത്രമായി സ്വീകരിക്കും. അപ്പൊ നിങ്ങൾ ശത്രുത ഉണ്ടല്ലോ, ആ ശത്രുതയെല്ലാം അവസാനിച്ച് നിങ്ങൾ അവർ മിത്രമായി സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇതിൽ അല്ലാഹു പറയാണ്, വലൗലാ അൻ സബ്ബത്നാക, നബിയെ, നിങ്ങളെങ്ങാനും നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ ദീനിൽ താങ്കളെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ശൈഅൻ ഖലീലാ, നബിയെ, നിങ്ങൾ അവരിലേക്ക് മെല്ലെ മെല്ലെ കുറച്ച് കുറച്ചായി ലേശം ലേശം നിങ്ങൾ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. ആരോടാണ്? തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന, തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു നിയോഗിച്ച റസൂലുള്ളാഹിനെ വിളിച്ച് അല്ലാഹു പറയാണ്, നിങ്ങളെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ചെറിയ ഒരു അംശം അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. ഇദൻ ലഅദഖനാക ദഅഫൽ ഹയാതി വദഅഫൽ മമാത്. അങ്ങനെ നിങ്ങളെങ്ങാനും ഒരു ശൈഅൻ ഖലീൽ, ഒരുപാട് ആദർശമൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, ഒരു ശൈഅൻ ഖലീൽ, ഒരു നിസ്സാരമായ കാര്യത്തിൽ താങ്കൾ അവരനുസരിച്ച് അവർ പറയുന്നത് താങ്കൾക്ക് ശ്രവിച്ചിരുന്നുവെങ്കിൽ, ഇദൻ ലഅദഖനാക ദഅഫൽ ഹയാതി വദഅഫൽ മമാത്, ജീവിതത്തിലും മരണത്തിനു ശേഷം ഇരട്ടിക്കിരട്ടിയായിക്കൊണ്ട് ശിക്ഷ താങ്കൾക്ക് നാം നൽകുമായിരുന്നു. സുമ്മ ലാ തജിദു ലക അലൈനാ നസീറ, പിന്നെ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്കെതിരെ താങ്കളെ സഹായിക്കാൻ ആരെയും താങ്കൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തൗഹീദിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ആ പ്രബോധനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞ ചില ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചു കൊടുക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിൽ തോന്നിയപ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തി കൊടുത്തു. പാടില്ല. കാരണം ഈ ആദർശത്തിൽ നിന്നും ഈ ഒരു സംസ്കാരത്തിൽ നിന്നും മുസ്ലിമീങ്ങളെ തെറ്റിക്കുക എന്നത് ശത്രുക്കളുടെ ഔളി അജണ്ടയാണ്. നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിറങ്ങിയതിന് ശേഷമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനിൻ, അള്ളാഹു ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ആയത്തിന് ശേഷമാണ് പ്രാർത്ഥിച്ചിരുന്നത് എന്ന് തഫ്സീറുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാർ, ഇതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്ലാമല്ലാത്ത സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശത്തിൽ നിന്നും അവന്റെ സംസ്കാരത്തിൽ നിന്നും അവനെ തെറ്റിക്കാനും അവനെ മാറ്റി നിർത്താനും ശത്രുക്കളായ ആളുകൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എത്രത്തോളം പ്രവാചകന് വരെ അതിന് സ്വാധീനമുണ്ടെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ സ്വാധീനമുണ്ടാകാം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിൽ വീണ്ടും അല്ലാഹു പറയാണ്, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലി കിതാബിൽ നിന്ന് ഉള്ള ആളുകൾ ഒരുപാട് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ത്? ലൗ യുറുദ്ദൂനകും മിൻ ബഅദി ഈമാനിക്കും കുഫാറ, നിങ്ങൾ ഈമാനായതിനു ശേഷം, നിങ്ങൾ മുഅ്മിനായതിനു ശേഷം നിങ്ങളൊക്കെ വീണ്ടും കുഫറിലേക്ക് തന്നെ മടങ്ങിപ്പോകണം, നിങ്ങളൊക്കെ കാഫിറാകി മടങ്ങിപ്പോകണമെന്ന് അഹ്ലി കിതാബിൽപ്പെട്ട ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ അവിടെ തൗഹീദൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇസ്ലാമും ഒരു ബഹുമത സമൂഹത്തിലേക്ക് ലയിച്ചു ചേർന്ന്, അല്ലെങ്കിൽ ഒരു സർവ്വമതങ്ങളെയും സത്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ലയിച്ചു ചേരണമെന്ന്
വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലു കിതാബിൽപ്പെട്ട ഒരുപാട് ആളുകൾ, കസീർ എന്നാണ് അല്ലാഹു അവിടെ പ്രയോഗിച്ചത്, ഒരുപാട് മഹാഭൂരിപക്ഷം ആളുകളും അതാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, നിങ്ങളോടുള്ള അസൂയ നിമിത്തം. നിങ്ങളുടെ ആദർശം ശരിയാണെന്നവർക്കറിയാം, നിങ്ങളുടെ നയനിലപാടുകൾ ശരിയാണെന്നവർക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ അസൂയ നിമിത്തം നിങ്ങളുടെ ഈമാനിൽ തെറ്റിച്ചുകൊണ്ട് നിങ്ങളൊക്കെ കാഫിറാക്കി മാറ്റണം എന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, ഹഖ് എന്താണെന്ന് വ്യക്തമായി അവർക്ക്, ഇസ്ലാമിന്റെ ആദർശം ശരിയാണെന്ന് 100% അഹ്ലു കിതാബുകാർക്കറിയാം. പക്ഷെ ഹസദ് കൊണ്ടും അസൂയ കൊണ്ടും അവരുടെ ഗമണ്ട് കൊണ്ടുമാണ് അവർ സ്വീകരിക്കാത്തത് എന്നുള്ള പറയാൻ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഫഅഫു വസ്ഫഹു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യം തീരുമാനിക്കുന്നതുവരെ അവന്റെ കാര്യവുമായി കൊണ്ട് അവൻ വരുന്നവരെ നിങ്ങൾ ക്ഷമിക്കണം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ബഖറയിൽ പറഞ്ഞു. ഇനി സൂറത്തു ബഖറയിൽ തന്നെ 217 ആയത്തിൽ അല്ലാഹു വീണ്ടും പറയും, വലാ യസാലൂന യുഖാതിലൂനകും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ഇസ്ലാമിന്റെ ശത്രുക്കൾ, മുസ്ലിമീങ്ങളെ ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട ആയത്താണിത്. വലാ യസാലൂന യുഖാതിലൂനകും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും, അവർ നിങ്ങളോട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇൻ ഇസ്തതാഉ, അവരുടെ കഴിവിന്റെ പരമാവധി നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങൾ തെറ്റിച്ച് കളയാൻ, നിങ്ങളെ മുർത്തദ്ദാക്കി മാറ്റാൻ, ദീനിൽ നിങ്ങളെ പിഴുതെറിയാൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവർ നിങ്ങളുടെ രാവും പകലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. യുഖാതിലൂനകും എന്ന് പറഞ്ഞു. എന്നുള്ള വമൻ യർതദി മിൻകും അൻ ദീനിഹി ഫയമുതു വഹുവ കാഫിർ, അങ്ങനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നിന്ന് ഒരാൾ പുറത്തുപോയി, ഞാനൊക്കെ ആയാം എക്സ് മുസ്ലിം, ഞാൻ പണ്ടൊക്കെ ഒരു മുസ്ലിം ആയിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതൊക്കെ ആരുടെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ്? ഈ കാഫിറുകളായ ആളുകളുടെ അജണ്ടയുടെ ഭാഗമാണ്. അങ്ങനെ മുസ്ലിമീങ്ങളായ ആളുകളിൽ നിന്ന് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, വമൻ യർതദി മിൻകും അൻ ദീനിഹി ഫയമുതു വഹുവ കാഫിറുൻ, അങ്ങനെ കാഫിറായിക്കൊണ്ടവൻ മരിച്ചുപോയാൽ ഫൗലായിക ഹബിതത അമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവന്റെ അമലുകൾ നിഷ്ഫലമായി പോകും. അവൻ പൂർണ്ണമായിക്കൊണ്ടും അവന്റെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും. വൗലായിക അസ്ഹാബുൻ നാർ, അവർ തന്നെയാണ് നരകത്തിന്റെ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിക്കൊണ്ടിരിക്കും. അപ്പൊ സഹോദരന്മാരെ, വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഈ ഒരു കെണി അവൻ കൃത്യമായി മനസ്സിലാക്കണം. അവന്റെ ആദർശത്തിലും തെറ്റിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇവിടെ സകലമാന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സകലമാന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സദാ ജാഗരൂകരാണ് എന്ന കാര്യം ഓരോ മുഅ്മിനും, ആണും പെണ്ണും, കുട്ടികളും വലിയവരും മുതിർന്നവരും എല്ലാവരും, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ജാഗരൂകരായിരിക്കണം. എന്തുകൊണ്ടാണ്? അവരുടെ ആദർശം വലിയ മെച്ചമുള്ളത് കൊണ്ടല്ല, നേരെ മറിച്ച് ഈ ഇസ്ലാമിന്റെ ആദർശം അവർക്ക് വലിയ വെല്ലുവിളികളാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഒരു മുസ്ലിം എന്തെങ്കിലും രാഷ്ട്രീയമായ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയമായ ഉന്നമനത്തിനോ വരുമ്പോഴേക്കും ചില ആളുകൾക്ക് ബേജാറ് തുടങ്ങാൻ. അവന്റെ പേര് മാത്രം മുസ്ലിം ആയാൽ പോലും ചില ആളുകൾക്ക് ബേജാറുണ്ടാകാൻ. എന്തുകൊണ്ട്? ഒരു മുസ്ലിം ഇവിടെ വളർന്നു വരുന്നതിൽ വലിയ ഭീഷണിയോടുകൂടി, അല്ലെങ്കിൽ മുസ്ലിമിന് എന്തെങ്കിലും ലഭിക്കുന്ന വലിയ ഒരു പേടിയോടുകൂടി ഒരു ഇസ്ലാമിക് ഫോബിക്കായിട്ട് ആളുകൾ കാണാൻ കാരണം എന്താണ്? തങ്ങളുടെ ആദർശത്തിന്റെ മൂല്യച്ചോർച്ചയും എന്നാൽ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ മഹിമയും അവർ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകൾ, ചില ആളുകളൊക്കെ അവർക്ക് പോക്കറ്റടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് യാഥാർത്ഥ്യമാണ്. അത് ഇസ്ലാമിന്റെ ആദ്യകാലം മുതലേ ഉണ്ട്, ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജാഗ്രത കാണിക്കണം. അല്ലാഹു പറയും, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഈമാനുള്ളവരെ, ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ്, വേദം നൽകപ്പെട്ട ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ അനുസരിക്കുന്നുണ്ടെങ്കിൽ യറുദ്ദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ, അവർ നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറാക്കി മാറ്റും. ഇത് അല്ലാഹു സൂറത്ത് ആൽ ഇംറാൻ 100-ാമത്തെ ആയത്തിൽ പറയാണ്. നിങ്ങൾ സത്യനിഷേധികളായ ആളുകളെ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്ന സത്യനിഷേധികളായ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ വല്ല വിഷയത്തിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഉലൈക യറുദ്ദൂകും ബഅദ ഈമാനിക്കും കാഫിരീൻ, നിങ്ങൾ മുഅ്മിനായിരുന്നു, ഇപ്പോൾ അവസാനം മരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കാഫിറായിക്കൊണ്ട് മരിക്കും. അതിനുശേഷമാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ ആയത്തിന് ശേഷമാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങളവർ കാഫിറാക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈമാനുള്ളവരായിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു കാര്യം നമുക്ക് കൃത്യമായി മനസ്സിൽ, ഈ ഒരു അജണ്ട, ശത്രുവിന്റെ അജണ്ടയെക്കുറിച്ച് വലിയ ബോധ്യം നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശത്തെ തട്ടിയെടുക്കാനും നമ്മുടെ ഈമാനിനെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ നയനിലപാടുകളെയും ഒക്കെ
ചോദ്യം ചെയ്യാനും അതിൽ നിന്ന് മുസ്ലിമീങ്ങളെ മെല്ലെ 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 ഇങ്ങനെ വെള്ളം ചേർത്ത് അവനൊരു മതേതര മുസ്ലിമാക്കി മാറ്റാനൊക്കെ പരിശ്രമങ്ങൾ അത് പണ്ടുകാലം മുതൽക്കേ ഉണ്ട്, ഇന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും കൂടി പറഞ്ഞു സൂറത്ത് ബഖറയിലെ 120-ാമത്തെ ആയത്തിൽ, വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറ, ഒരു ജൂതനും ഒരു ക്രിസ്ത്യാനിയും നിന്നെക്കുറിച്ച് സംതൃപ്തനാവുകയില്ല, നിന്നെ അവൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുക, ഹത്താ ഏതുവരെ തത്തബിഅ മില്ലത്തഹും, നീ അവരെ മില്ലത്തിലേക്കാണ്ട് ചേരുന്നവരെ, അവരെ സംസ്കാരവും അവരെ ആദർശവും അവരെ നയനിലപാടുകളും അവരുടെ കാര്യങ്ങളുമൊക്കെ നീയും പിൻപറ്റുന്നവരെ ഒരു ജൂതനും ക്രിസ്ത്യാനിയും നിന്നെക്കുറിച്ച് തൃപ്തനാകൂല. നീ ഒരു മുസ്ലിമായി ജീവിക്കുന്ന കാലത്തോളം അവർ നിന്റെ ആദർശത്തോടും നിന്റെ സംസ്കാരത്തും ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കും എന്നുള്ള പറയാൻ കുൽ നബിയെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുദയാണ്, അല്ലാഹുവിന്റെ സന്മാർഗമാണ് യഥാർത്ഥ സന്മാർഗം. വലഇൻ ഇത്തബഅത അഹ്വാഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽം, നിനക്ക് ഇൽമായ കാര്യങ്ങൾ അറിവുള്ള കാര്യങ്ങൾ കൃത്യമായി വന്നതിന് ശേഷം നീ എങ്ങാനും നിന്റെ ഹവക്കനുസരിച്ചുകൊണ്ട് അവിടെ മാർഗം പിൻപറ്റിയാൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു തരിമ്പ് പോലും സഹായം നിനക്ക് ലഭിക്കുകയില്ല. റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് ഈ സംസ്കാരം നഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ സഹായമില്ലാത്തത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ ആയത്ത്. അള്ളാഹിന്റെ പ്രവാചകനോട് അള്ളാഹു പറയുന്നു, വലഇൻ ഇത്തബഅത അഹ്വാഅഹും, നബിയെ ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും ഹവക്കനുസരിച്ചുകൊണ്ട് നീ നിന്റെ ദീനിനെ പണയം വെച്ചാൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു സഹായവും ഒരു വിലായത്തും അള്ളാഹുവിന്റെ പ്രവാചകന് നിനക്കുണ്ടാവുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ, ഈ ആയത്തുകളും ഈ ഹദീസുകളും പ്രവാചകരുടെ നിലപാടുകളുമൊക്കെ ശരിക്കും മനസ്സിലാക്കിയിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായി. മഹാനായ ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാലോ. അദ്ദേഹത്തിന്റെ ആദർശത്തിന് തെറ്റിക്കാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമങ്ങളാണ് അദ്ദേഹത്തിന്റെ യജമാനൻ പയറ്റിയത്. ആ ശരീരം നഗ്നമായ മേനി ആ ചുട്ടുപൊള്ളുന്ന മണലാരണത്തിൽ കിടത്തിക്കൊണ്ട് ആ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാൻ, അതിൽ തെറ്റിക്കാൻ വേണ്ടി മഹാനായി ബിലാൽ റളിയല്ലാഹു പരിശ്രമിച്ചല്ലോ. പക്ഷെ അദ്ദേഹം അള്ളാഹുവിന്റെ ആദർശത്തിൽ നിന്ന് ഒരു കടുകുമണി പോലും വ്യതിചലിക്കാതെ അഹദ് അഹദ് എന്ന് മാത്രം പറഞ്ഞു ഈ ലോകത്ത് തൗഹീദിന്റെ മാർഗം കാണിച്ചു കൊടുത്ത മഹാന സഹാബിയായിരുന്നു ബിലാൽ റളിയല്ലാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തൊക്കെ പ്രലോഭനങ്ങളും എന്തൊക്കെ പ്രകോപനങ്ങളും ഭീഷണികളും അദ്ദേഹത്തിന് മുന്നിലുണ്ടായി. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നും ഇപ്പൊ പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ എന്നിട്ട് പോലും പല മുസ്ലിമീങ്ങളായ ആളുകൾ സ്വന്തം ആദർശത്തെയും അതുപോലെ തന്നെ സ്വന്തം ഇസ്ലാമിനെ പോലും മൈന്യൂട്ടിച്ച് അല്ലെങ്കിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സഹോദരന്മാർ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, മഹാനെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുതുക് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന്റെ പുറം ഭാഗത്ത് മാംസങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം ഏതെങ്കിലും ആളുകളോട് തല്ലുകൂടിയിട്ട് അടി കിട്ടിയതല്ല. നേരെ മറിച്ച് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ തന്റെ യജമാനൻ അടുപ്പിൽ കനൽ കൂട്ടി ആ കനലിന്റെ മുകളിലേക്ക് ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ പച്ചയായ മാംസം കടത്തി. ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ മാംസം ആ ചൂടിലേക്ക് ഉരുകി ഒലിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വലിയ വ്രണങ്ങളുണ്ടായത്. പക്ഷെ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്ന് വ്യതിചലിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. ആദർശത്തിൽ ഒരു കടുകുമണി പോലും വെള്ളം ചേർക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അദ്ദേഹം തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ചർച്ചയുണ്ടായപ്പോൾ ലോകം മുഴുവനും ആ ഭരണാധികാരികൾ 3 ഭരണാധികാരികൾ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ 3 ഭരണാധികാരികളും മുഅ്തസില വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അദ്ദേഹത്തിന് അടികിട്ടി, ബോധക്ഷയം വന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വ്രണമുണ്ടായി, നീര് വന്നു, അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ, അദ്ദേഹത്തിന്റെ ദർസുകൾ നടത്താൻ കഴിയാതെ, പള്ളിയിലേക്ക് പോകാൻ കഴിയാതെ, വീട്ടിൽ മാസങ്ങളോളം വർഷങ്ങളോളം വിശ്രമിക്കേണ്ട അവസ്ഥ ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉണ്ടായി. പക്ഷെ അദ്ദേഹം തന്റെ ആദർശത്തിന് വ്യതിചലിച്ചിട്ടില്ല. മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹ ചരിത്രം നമുക്കറിയാം. ഒരു വനിതയായിരുന്നു, പെണ്ണായിരുന്നു. എന്നിട്ട് പോലും തന്റെ ജനനേന്ദ്രിയത്തിലേക്ക് പോലും ആയുധങ്ങൾ കുത്തിയിറക്കി അത് കണ്ട് ആസ്വദിച്ച് ആഹ്ലാദിക്കുന്ന മക്കത്തെ മുശ്രിക്കിന്റെ സംഭവം നമുക്കറിയാലോ. പക്ഷെ എന്നിട്ടും സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലെ ഒന്നാമത്തെ ഷഹീദത്തായി, ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയായി സുമയ്യ റളിയല്ലാഹു അൻഹ മരിച്ചു പോകുമ്പോഴും ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചിട്ടില്ല. സഹോദരന്മാർ, ഇതൊക്കെ ചരിത്രമാണ്. ഈ ചരിത്രത്തിൽ നമുക്ക് പാഠം തച്ചാൽ ഇത്രയൊന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കുമ്പോഴും പലപ്പോഴും പല മുസ്ലിങ്ങളായ ആളുകളും അത് എല്ലാ
സമൂഹത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. അത് സമൂഹത്തിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് മുസ്ലിം സമുദായത്തിന്റെ ആഘോഷ പരിപാടികൾ തന്നെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ സംസ്കാരങ്ങൾ എവിടെ നിന്നാണ്? അവിടുത്തെ ആനയാണ് ഇവിടുത്തെ ആന, അവിടുത്തെ ചണ്ടക്കാരൻ തന്നെ ഇവിടുത്തെയും ചണ്ടക്കാർ. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയിട്ടുള്ള കൊടി ഉണ്ടാകുമെന്ന് വ്യത്യാസമില്ലാതെ ഒരു വ്യത്യാസവുമില്ല. സംസ്കാര സങ്കലനം നമ്മുടെ നാട്ടിലൊരു പ്രശ്നമേ അല്ല. അതൊക്കെ ഉണ്ടാകണം എന്നാണ് ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്റേത് മാത്രം ശരിയെന്ന് പറഞ്ഞാൽ ഒരു കമ്പാർട്ട്മെന്റായി നിൽക്കൽ അത് തീവ്രതയാണ്, തീവ്രവാദമാണ് എന്നൊക്കെ പറയുന്നതും അവർക്കാണ് ആളുകളുടെ സപ്പോർട്ടും സോഷ്യൽ മീഡിയയിലെ ആളുകളൊക്കെ അവർക്കാണ് ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുക. ആട് ലൈക്ക് ഉണ്ടെങ്കിലും പടച്ചറബിന്റെ സഹായമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ, ആരുടെ മുമ്പിലും തൗഹീദ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരുടെ മുമ്പിലും അവൻ പതറേണ്ടി വരികയില്ല. പക്ഷെ തൗഹീദ് ഇല്ലെങ്കിൽ അവൻ പേടിച്ചു. തൗഹീദില്ലെങ്കിൽ തൗഹീദുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഏത് ഫിർഔനിന്റെ മുമ്പിലും ഒരു മുസ്ലിമിന് ആത്മധൈര്യത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി മുട്ടുവറക്കാതെ നിൽക്കാൻ കഴിയുമെന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം. പക്ഷെ തൗഹീദിൽ വെള്ളം കയർത്തിയാൽ, തൗഹീദിൽ വെള്ളം കലർത്തിയാൽ അവന്റെ മുട്ടുവറക്കും. നിങ്ങൾ ആലോചിക്കൂ, ഫിർഔന്റെ മുമ്പിലേക്ക് പോകുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയോടും ഹാറൂൻ നബിയോടും അല്ലാഹു പറഞ്ഞെന്താ? മൂസാ നബി പറഞ്ഞു, ഞാൻ അവിടുന്ന് ഒരു കൊലപാതകം അറിയാതെ നടത്തി വന്നതാണ് നാട്ടിൽ നിന്ന്, അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോയാൽ എന്നെ അവർ അപായപ്പെടുത്തുമോ, എനിക്ക് ഭയമുണ്ടെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞു? ഖാല ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നനി മഅകുമ അസ്മഉ വഅറ, നിങ്ങൾ തൗഹീദിന്റെ പ്രബോധനവുമായി കൊണ്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ എല്ലാം കാണുന്നവനായി എല്ലാം കേൾക്കുന്നവനായി ഞാനുണ്ടാകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോടും അതുപോലെ തന്നെ ഹാറൂൻ നബിയോടും പറയാം. അതേപോലെ തന്നെയാണ് ആ കടലിലും ചെങ്കടലിലും ഫിർഔന്റെയും നടുക്ക് നിൽക്കുമ്പോഴും മൂസാ നബി പറഞ്ഞെന്താ? കലക്കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെ ഉണ്ട്. അപ്പൊ തൗഹീദ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭരണാധികാരി വന്നാലും ഏത് പ്രയാസം വന്നാലും അവനൊരിക്കലും പേടിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. നമ്രൂദിന്റെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ ഒരേ ഒരു മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റ് നിന്ന് തൗഹീദ് പറയാൻ അദ്ദേഹത്തിന് ഊർജ്ജം നൽകിയതും അദ്ദേഹത്തിന് മനധൈര്യം നൽകിയതും തൗഹീദാണ്. കാരണം എന്നെ ആര് സഹായിച്ചില്ലെങ്കിലും എനിക്കെന്റെ റബ്ബുണ്ടാകുമെന്ന് വിശ്വാസം. ആളുകളുടെ കൈകടി കിട്ടാനും ആളുകളുടെ സപ്പോർട്ട് കിട്ടാനും ഈ തൗഹീദിൽ വെള്ളം ചേർത്തി ആദർശത്തിലും സംസ്കാരത്തിലും വെള്ളം കലർത്തുന്ന അവസ്ഥ ഉണ്ടായത്. മഹാനായ റുബഅ ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കോരിത്തരിപ്പിക്കുന്ന ചരിത്രമുണ്ട് സഹോദരന്മാരെ. ചരിത്രത്തിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഖാദിസിയ യുദ്ധം നടക്കുകയാണ്. ആ ഖാദിസിയ യുദ്ധത്തിന്റെ തൊട്ടുമുമ്പ് പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന ആ സേനാധിപതിയായിരുന്ന റുസ്തമിനെ കാണാൻ വേണ്ടി മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പോകുന്ന ചരിത്രമുണ്ട്. കാരണം റുസ്തം മുസ്ലിം സൈന്യം റോമ കീഴടക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ നിങ്ങളിൽപ്പെട്ട ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ഒരു ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ അയക്കണമെന്ന് റുസ്തം ആവശ്യപ്പെട്ടപ്പോൾ മഹാൻ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റബീഅ ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ അയച്ചത്. അദ്ദേഹം റുസ്തം അന്ത്യത്തെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം വലിയ അഹങ്കാരിയായിരുന്നു. വലിയ സ്വർണത്തിന്റെ അധികാര പീഠങ്ങളിൽ ഇരിക്കുകയും തന്റെ മുന്നിൽ എല്ലാവരും സാഷ്ടാംഗം നമിക്കണം, എന്റെ മുന്നിലേക്ക് വരുന്നവരൊക്കെ തന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം, കുമ്പിടണമെന്ന വലിയ ദാഷ്ട്യം കാണിച്ച ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ മഹാനായ റബീഅ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ പാറാവുകാർ അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തെ പറഞ്ഞു, അദ്ദേഹം ഒരു വാളും ഒരു കുന്തവുമായിട്ടാണ് പോയത്. തടഞ്ഞു പറഞ്ഞു, വാളും കുന്തും ഇവിടെ പുറത്തു വെക്കണം, കൊട്ടാരത്തിന്റെ പുറത്തു വെക്കണം, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിഞ്ഞു കയറി വന്നവനല്ല, ഞാൻ ക്ഷണിച്ചിട്ട് വന്നവനാണ്, എന്റെ കയ്യിലുള്ള ഒരായുധവും ഞാൻ താഴെ വെക്കുകയില്ല. അദ്ദേഹം വാശി പിടിച്ചു, ഞാൻ ഒരിക്കലും ഇവിടേക്ക് നിങ്ങൾ ക്ഷണിച്ചതിന് ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളതല്ലാതെ എന്റെ ആവശ്യത്തിന് വന്നതല്ല. അദ്ദേഹത്തിന്റെ ആവശ്യം അവർ പരിഗണിക്കാതെ അദ്ദേഹത്തെ മടങ്ങിപ്പോകുന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ആവശ്യം അവർ പരിഗണിച്ചു. അങ്ങനെ പരിഗണിക്കുന്ന ചരിത്രത്തിൽ കാണാം. ഇമാം ഇബ്നു കസീറൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റുസ്തമിന്റെ ഒരു പതിവെന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ആര് വരുമ്പോഴും അദ്ദേഹത്തെ വണങ്ങി വരാൻ വേണ്ടി ഒരു ചെറിയ വാതിലാണ് അദ്ദേഹത്തിന് മുമ്പിൽ അവരുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വരുന്ന എല്ലാവരും കുമ്പിട്ടുകൊണ്ടാണ് ആ വാതിലൂടെ കടക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടാണ് മുന്നിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ വണങ്ങുന്ന രീതിയിലാണ് ആ വാതിലൂടെ കടക്കുക. ഇത് കണ്ട റബീഅ ബിൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യം മനസ്സിലായി. ആ റുസ്തമിന്റെ മുമ്പിൽ തലകുനിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യനും റുസ്തമിന്റെ മുന്നിലേക്ക് വരാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം നേരെ തിരിഞ്ഞു ആ മൂട് അങ്ങോട്ട് മുന്നിക്കാക്കിയിട്ട് വളഞ്ഞിട്ടാണ് അദ്ദേഹം ആ വാതിലൂടെ പ്രവേശിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന്റെ മുമ്പിലില്ലാതെ ഒരു പടപ്പിന്റെ മുമ്പിലും തലകുനിക്കുകയില്ലെന്ന ആദർശം റുസ്തമിന്റെ മുമ്പിലും അദ്ദേഹം പണയം വെച്ചില്ല. അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് വന്നത്, നിങ്ങളുടെ ആദർശം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആസ്നാ ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹദ. നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പടച്ചറബിന്റെ സൃഷ്ടികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നും അള്ളാഹുവിന്റെ സൃഷ്ടികളെ
അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് കൊണ്ടുപോകാനും അവരെ ക്ഷണിക്കാനുമാണ്. അതാണ് ഇസ്ലാമിന്റെ ദഅവത്ത്. അതിനാണ് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ദുനിയാവിന്റെ ഇടുക്കത്തിൽ നിന്ന് പരലോകത്തിന്റെ വിശാലതയേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒമിൻ ജൗരിൽ അദിയാനി ഇലാ അദിൽ ഇസ്ലാം, മറ്റു മതങ്ങൾ ഒരുപാട് അക്രമവും അനീതിയും ലോകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇസ്ലാമിന്റെ സമാധാനത്തിലേക്കും ഇസ്ലാമിന്റെ നീതിയിലേക്കുമാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാൻ ഫമൻ ഖബില മിന്നാ ദാലിക ഖബിൽനാ മിൻഹു, ഈ ഒരു ആദർശം, ഇസ്ലാമിന്റെ ആദർശം ആര് സ്വീകരിക്കുന്നുവോ അവരിൽ ഞങ്ങൾ സ്വീകരിക്കും. വറജഅനാ അൻഹു, ഈ നാട്ടിൽ ഞങ്ങൾ മടങ്ങിപ്പോകും. എന്നാൽ ഫമൻ അബ, ഇത് സ്വീകരിക്കാൻ ആരെങ്കിലും വിസമ്മതം കാണിക്കുകയും ഇതിവിടെ പ്രബോധനം ചെയ്യാൻ ആരെങ്കിലും വിസമ്മതം കാണിക്കുകയും ചെയ്താൽ ഖാതൽനാഹു, നാം അവിടെ യുദ്ധം ചെയ്യും. ഹത്താ നുഫ്ളി ഇലാ വഅദില്ലാഹ്, അള്ളാഹുവിന്റെ വഹദിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നവരെ ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഉസ്താദ് തിരിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങൾ അള്ളാഹുവിന്റെ വഅദെന്ന് പറഞ്ഞാൽ? ഓമാ വഅദുല്ലാഹി അൽ ജന്ന, അത് സ്വർഗ്ഗമാണ്. ഓമാ ലിമൻ മാത അലാ ഖിതാലി മൻ അബ വല്ലഫറു ലിമൻ ബഖിയ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് 2 പ്രത്യേകതകളുണ്ട്. അതിൽ മനുഷ്യൻ മരിച്ചാൽ അവൻ ഷഹീദാണ്. ഇനി അവൻ ജയിച്ചു കഴിഞ്ഞാൽ അവൻ വിജയത്തോട് തിരിച്ചു പോകും. ഇത് കണ്ടപ്പോൾ റുസ്തബിനും മുസ്ലിമീങ്ങളുടെ ഇസ്സത്തും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ആദർശം പണയം വെക്കാത്ത നിലപാടുകളും അയാൾക്ക് കാണുകയും അവസാനം അദ്ദേഹത്തെ തിരിച്ചയക്കുകയും ചെയ്തെന്ന് ചരിത്രത്തിൽ കാണാം. ഞാൻ പറഞ്ഞൊരു ചുരുക്കം ഇതാണ്, ഒരു തൗഹീദുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഇസ്സത്ത് ആരുടെ മുമ്പിലും ഉയർത്തിപ്പിടിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഴിയും. അതിന്റെ ചരിത്രം നമുക്ക് ഒരുപാട് സാക്ഷിയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ വയഖ്ശൗനഹു, അല്ലാഹുവിന്റെ ദഅവത്തുകളും അല്ലാഹുവിന്റെ ദീനും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, വയഖ്ശൗനഹു, അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും അവർക്ക് പേടിയില്ല എന്ന. ഇതാണ് ഒരു മുഅ്മിന്റെ നിലപാട്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊന്നിനെയും അവർക്ക് പേടില്ല. എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും, എത്ര വലിയ പട്ടാളമാണെങ്കിലും, എത്ര വലിയ തോക്കും ടാങ്കും ബോംബുകളും മിസൈലുകളുമാണെങ്കിലും, വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, പടച്ചവനല്ലാതെ അവർക്ക് പേടിയില്ല. വകഫാ ബില്ലാഹി ഹസീബ, അല്ലാഹുവാണ് അവരെ വിചാരണ ചെയ്യാൻ മതിയാവൻ. സൂറത്തുൽ അഹ്സാബ് 39-ാമത്തെ ആയത്താണ്. അപ്പൊ സഹോദരന്മാരെ, ഈ ഒരു നിലപാട് ഒരു മുഅ്മിൻ എപ്പോഴും നമ്മുടെ കൈമുതലായി സൂക്ഷിക്കുക. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ട് ആദർശത്തിൽ വെള്ളം ചേർക്കാതെ തൗഹീദിൽ ഒരു ആത്മാഭിമാനമുള്ള ഒരു മുസ്ലിമായി, ഇസ്സത്തുള്ള മുസ്ലിമായി ആരുടെ മുമ്പിലും വഅന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് ആത്മാഭിമാനത്തോട് പറയാൻ പറ്റുന്ന ആദർശവും ആർജവും അതുപോലെ സംസ്കാരവുമാണ് ഈ ഇസ്ലാമിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ സംസ്കാരം നമ്മൾ കൈവിട്ടാൽ, ആ ആദർശം നമ്മൾ കൈയൊഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായവും അതുപോലെ തന്നെ സഹായമൊന്നും നമുക്ക് ലഭിക്കുകയില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും തെറ്റിച്ചു കളയാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആദ്യകാലം മുതൽക്ക് തന്നെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടി നവീനമായ രീതികളും നൂതനമായ കാര്യങ്ങളുമാണ് അവർ അതിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താ ചോദിച്ചാൽ, ഒന്ന്, ഇസ്ലാമിനെതിരെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അഹ്കാമുകളിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സംശയങ്ങൾ ഇന്റർനെറ്റിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ അശ്ലീലമായ കാര്യങ്ങൾ, ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെടാത്ത, മുസ്ലിമിനെ സംബന്ധിച്ച് അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ, അത് സമൂഹത്തിൽ പല വഴിയിലൂടെ മുസ്ലിമീങ്ങളുടെ മനസ്സിലേക്ക് അതിനത്ര കുഴപ്പമില്ല, അതിന്റെ മേന്മയും മഹത്വവും അതുപോലെ തന്നെ അത് ഉപയോഗിച്ചാലും അത് കണ്ടാലും അത് കേട്ടാലും ഒക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അശ്ലീലതകളും ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളുമൊക്കെ ഇസ്ലാമിനുള്ളിലേക്കും മുസ്ലിങ്ങളുടെ സംസ്കാരത്തിനുള്ളിലേക്കും കയറ്റിക്കൊണ്ടിരിക്കുക. അത് വസ്ത്രത്തിലാകാം, സംസ്കാരങ്ങളിലാകാം, ഭാഷകളിലാകാം, വാക്കുകളിലാകാം, പദപ്രയോഗങ്ങളിലാകാം. ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല വാക്കുകളും സംസ്കാരങ്ങളുമൊക്കെ
അതൊരു മുസ്ലിമിന്റെ സംസ്കാരമാണോ അല്ലെന്ന് നമ്മൾക്കൊരു ചിന്തിക്കേണ്ട കാര്യം. അത് എവിടുന്ന് കിട്ടിയതാണ് നമ്മുടെ ഉമ്മത്തിന്. മറ്റുള്ളവർ കൊടുക്കുന്ന എച്ചിലുകൾ നമ്മളിങ്ങനെ വാരി വലിച്ചു വിഴുങ്ങി അത് നമ്മുടെ സംസ്കാരമായി കൊണ്ടു നടക്കണം. ഇതേപോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടു നടക്കുന്ന മറ്റൊരു ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ, ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഇൽമുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ ഇസ്ലാമിൽ പ്രവാചകന്മാർ അനന്തരാവകാശികളാണ്. ഒരു പ്രവാചകൻ നടത്തുന്ന പ്രവർത്തനം എന്താണോ ആ പ്രവാചകന്റെ ശേഷം അത് നടത്തിക്കൊടുക്കേണ്ട, സമുദായത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട, സമുദായത്തെ വഴികേടിൽ നിന്ന് കാത്തുരക്ഷിച്ച് അവരെ നേർവഴിയിലേക്ക് നടത്തേണ്ട ബാധ്യതയാണ് പണ്ഡിതന്മാർക്കുള്ളത്. ആ പണ്ഡിതന്മാർ തെറി പറയുകയും ആ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും അവരെ മോശക്കാരായിക്കൊണ്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന പ്രവണതകളും റീലുകളും അതുപോലെ തന്നെ ഷോർട്സുകളും സംസാരങ്ങളും എഴുത്തുകളുമൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാം. അതേപോലെ തന്നെ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമുക്കറിയാം പുതിയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ എന്താ വരുന്ന, അറബി ഭാഷയിൽ നിന്ന് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഔട്ടാക്കാനുള്ള ഗൂഢമായ പരിശ്രമമാണ്. ഇന്ത്യയിലെ പ്രാദേശിക ഭാഷ പഠിപ്പിക്കണം, അതുപോലെ തന്നെ ഒരു വിദേശ ഭാഷയും പഠിപ്പിക്കണം. ഏതാ വിദേശ ഭാഷ? ഇംഗ്ലീഷായിരിക്കും. ഇതിപ്പോൾ ഈ അറബി സ്കൂളുകളിലും അതുപോലെ തന്നെ മദ്രസകളിലും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഷ ഭാഗമായിക്കൊണ്ട് അലിഞ്ഞു ചേർന്നിട്ടുള്ള അറബി ഭാഷ ഇവിടെ സർക്കാർ തലത്തിലും അതുപോലെ തന്നെ പൊതുവിദ്യാലയങ്ങളിലുമൊക്കെ ഇല്ലാതെയാക്കാനുള്ള ഗൂഢമായ പരിശ്രമങ്ങൾ അതിന്റെ അന്തിമഘട്ടത്തിലാണ്. ഇതെന്തുകൊണ്ടാണ്? കാരണം അറബി ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനുമായി കൊണ്ട് ബന്ധപ്പെട്ട, നമ്മുടെ പ്രമാണവുമായി കൊണ്ട് ബന്ധപ്പെട്ട, നമ്മുടെ സംസ്കാരവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു ഭാഷയാണ്. അപ്പൊ ഭാഷയെ നിരാകരിച്ചുകൊണ്ടും ഭാഷ ഇല്ലാതെയാക്കിക്കൊണ്ടും മുസ്ലിമീങ്ങളുടെ സംസ്കാരത്തിൽ നിന്ന് അവരെ ദുർബലപ്പെടുത്താവുന്ന രീതിയിലേക്ക്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പല നയപാടുകളും അതുപോലെ തന്നെ വസ്ത്രധാരണയാണെങ്കിലും അതുപോലെ തന്നെ അഹ്കാമുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അതൊക്കെ വളരെ പഴഞ്ചനാണ്. അതൊക്കെ പഴയ നൂറ്റാണ്ടിൽ 6ാം നൂറ്റാണ്ടിലുള്ള നിയമങ്ങളാണ് എന്നിങ്ങനെ കൃത്യമായിക്കൊണ്ട് അജണ്ടകൾ വെച്ച് നിരന്തരമായ കാര്യങ്ങൾ ഇങ്ങനെ മുസ്ലിം സമുദായത്തേക്ക്, പ്രത്യേകിച്ചും ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പല ആളുകളും മുസ്ലിം സമുദായത്തിൽ തന്നെ പല ആളുകളും അവരുടെ സംസാരങ്ങൾ പോലും ഒരു ഹദീസ് അവർ കേൾക്കാത്തൊരു ഹദീസ് ആളുകളുടെ മുമ്പിൽ പറഞ്ഞാൽ ഇതൊക്കെ അല്ലെങ്കിൽ 2ാം നൂറ്റാണ്ട് ശേഷം വന്നതല്ലേ എന്ന് ചോദിക്കുന്നൊരു ആ ചോദ്യം പോലും ഇസ്ലാമിക ശത്രുവിന്റെ ഒരു പ്രൊഡക്റ്റാണ്. അത് നമ്മുടെ നാവിലൂടെ അങ്ങനെ പറയാൻ ഈ ഹദീസ് ഇതൊക്കെ 2ാം നൂറ്റാണ്ടിന് ശേഷം ഇമാം ബുഖാരി എന്നും മുസ്ലിം നിസാബൂർ എന്നൊക്കെ വന്ന് 2ാം നൂറ്റാണ്ടിന് ശേഷം വന്നതല്ലേ എന്നൊരു വാചകം അവൻ അറിയാതെ അവന്റെ നാവിലൂടെ ഇൽമില്ലാതെ കൊണ്ടുകൊണ്ടായിരിക്കാം, അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. ആ ഒരു വാചകം അവന്റെ നാവിലും അവന്റെ മനസ്സിലും ഇട്ടുകൊടുത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. പറഞ്ഞത് ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ദീനിൽ നിന്ന് മെല്ലെ 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 നമ്മൾ അകറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നല്ലവണ്ണം ഇസ്തിഖാമത്തിന് വേണ്ടി അല്ലദീന ആമനു വസുമ്മസ്തഖാമു, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണെന്ന് പറയുകയും പിന്നീട് ഉറച്ചു നിൽക്കുകയും ചെയ്തവർക്കാണ് സ്വർഗ്ഗമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഖാലിദീന ഫീഹാ. അള്ളാഹുവിന്റെ ദീൻ ഉറച്ചു നിൽക്കാൻ നല്ല അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ. ഒരു ദീനനുസരിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോട് മുസ്ലിമായിക്കൊണ്ട് ജീവിക്കൽ തന്നെയാണ് ഇസ്ലാമിനോട് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കൂറും ഒരു മുസ്ലിമിന് സ്വന്തത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ജിഹാദും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ ദിവസങ്ങൾ കൂടുതൽ തക്ബീറുകൾ ചൊല്ലി അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും ചൊല്ലി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ അമല സ്വാലിഹത്തും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു നമ്മുടെ പണ്ഡിതന്മാർ, രോഗം മൂലം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആരോഗ്യവും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.